മുഖ്യമന്ത്രി സ്ഥാന പ്രഖ്യാപനം വൈകുന്നതിനെതിരെ സാംസ്കാരിക പ്രവർത്തകർ ഇന്ന് ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കും. സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള സാഹിത്യരംഗത്തെ പ്രവർത്തകർ വിമർശനം ഉന്നയിച്ച് സംയുക്ത പ്രസ്താവന ഇറക്കുകയും ചെയ്തു. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, വോട്ട് ചെയ്ത വോട്ടർമാർ എന്തിന് കോൺഗ്രസ് പ്രവർത്തകർ പോലും ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എവിടെയെന്ന്. ഇപ്പോൾ അതിലേക്ക് സാംസ്കാരിക പ്രവർത്തകർ. തീർച്ചയായും സാംസ്കാരിക പ്രവർത്തകർ ഇന്ന് ഇപ്പോൾ ജനാധിപത്യ സംരക്ഷണ പ്രതിരോധം തീർക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടെത്തണം, അല്ലെങ്കിൽ കാരണം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ജനവിധിയുടെ ആത്മാവ് കാണാനായി ഈ കോൺഗ്രസിന് ശേഷിയില്ലേ? അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ, അതായത് സ്വന്തം അജണ്ട നടപ്പാക്കാൻ വേണ്ടി ജനവിധി അട്ടിമറിക്കാൻ പോലും ചില നേതാക്കൾ അങ്ങനെ ചെയ്യുന്നു എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് പരോക്ഷമായി പല നേതാക്കളെയും, ഒരുപക്ഷെ KC വേണുഗോപാലിനെ ഉൾപ്പെടെ അതിൽ പരോക്ഷമായി ഒരു വിമർശിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഈ ചില നേതാക്കൾക്കെതിരെ ആണ് ഇപ്പോൾ ഈ സാംസ്കാരിക പ്രവർത്തകരുടെ ഒക്കെ തന്നെ കൂട്ടായ്മ ഇപ്പോൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം എല്ലാ മേഖലയിൽ നിന്നും ഉയരുന്നതിനോടൊപ്പം തന്നെ ആണ് ഇപ്പോൾ ജനവിധി മാനിക്കാനായി എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാറാ ജോസഫ്, MN കാരശ്ശേരിയും G ശങ്കരപ്പിള്ള ഉൾപ്പെടെയുള്ള KG ശങ്കരപ്പിള്ള ഉൾപ്പെടെയുള്ള ഈ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇപ്പോൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്.